ഹായ് ഗൈസ്, ഇന്നൊരു ദുഃഖകരമായ വാർത്ത കേട്ടു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പു ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത. കാസർഗോഡുകാരിയായ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന, എപ്പോഴും പോസിറ്റീവായ വീഡിയോസ് ചെയ്യുന്ന, കാസർഗോഡ് സ്ലാങ്ങിലുള്ള വീഡിയോസാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. ഫുഡ് ബ്ലോഗ്, പ്രൊമോഷൻസ് വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കുട്ടിയുടെ വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ കാണുമ്പോൾ എനിക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടുമായിരുന്നു. റീൽസിലൊക്കെ ഒരുപാട് ചിരിച്ച മുഖമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ചിരിക്കുന്ന ഈ മുഖത്തിൽ, അല്ലെങ്കിൽ ചിരിക്കുന്ന ഇവർക്ക് ഉള്ളിൽ അതിയായ ദുഃഖമുണ്ടെന്ന് നമ്മൾ അറിയുന്നപ്പോഴാണ് അല്ലേ. നിങ്ങളുടെ പ്രശ്നങ്ങൾ ആരോടെങ്കിലും തുറന്ന് പറയാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലിങ്ങനെ പ്രശ്നങ്ങൾ മൂടി വയ്ക്കാതെ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യാം. നിങ്ങളൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഒരുപാട് അസുഖം ബാധിച്ച്, അല്ലെങ്കിൽ ക്യാൻസർ, മറ്റ് അസുഖങ്ങളൊക്കെ ബാധിച്ച് മരണത്തോട് മല്ലടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ജീവന് വേണ്ടി യാചിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവർ ചിന്തിക്കുന്നില്ല, ഒരുപാട് ആൾക്കാർ ജീവന് വേണ്ടി അല്ലേ യാചിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ അസുഖബാധിതരായിട്ട് മരിക്കുന്നതാണ് അറിയുന്നത്. അപ്പം നിങ്ങളങ്ങനെ ചിന്തിക്കുക, നിങ്ങളുടെ ഈ വലിയ ജീവിതം, ആത്മഹത്യ ചെയ്യാനുള്ള ആ ഒരു പ്രേരണ, അല്ലെങ്കിൽ ആ ഒരു ധൈര്യം നിങ്ങൾ ജീവിക്കാനായിട്ട് നിങ്ങൾ കാണിച്ചുകൂടിയെന്ന് ഞാൻ ചോദിക്കുന്നു. നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ബേസ് ചെയ്ത് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മളായിട്ട് നിന്ന് നമുക്കുള്ളവരെ സ്നേഹിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളായിട്ട് നിന്ന് അത് പരിഹരിച്ച് സ്വയം മുന്നേറി ജീവിക്കുക. ഓക്കെ, അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാതിരിക്കട്ടെ. ഒരു ജീവിതമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ജീവിതത്തെ ഒരു ജീവൻ്റെ വിലയെ അറിഞ്ഞ് മുന്നോട്ട് ജീവിക്കുക. നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കാതെ മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി മാത്രം ചിന്തിച്ച് മുന്നോട്ട് തന്നെ പോവുക. ഓക്കെ, താങ്ക് യു.